നോക്കിക്കൊണ്ടിരിക്കുക. ഹലോ ഗൈസ്, ദിസ് ഈസ് ജനിക സേട്ടൻ. വെൽക്കം ടു ന്യൂ വീഡിയോ. പുതുതാണോ പഴയതാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് കാണുമ്പോൾ കൊള്ളാം. കൊള്ളാടേ കൊള്ളാം. മനുഷ്യനല്ലേ പൊള്ള. കൊള്ളാല്ലേ, കൊള്ളാം. സാരി ബ്യൂട്ടി, ലിപ്സ്റ്റിക് ഉണ്ട്, മേക്കപ്പ് ഉണ്ട്, കൊള്ളാം. കഴിഞ്ഞോ? ഇനി വന്നിട്ട് പഠിക്കാം. എടാ 7.142% ഓഫ് 42. മക്കളെ പെർസെൻറ്റേജ് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ ടേബിൾ. ഓരോ പെർസെൻറ്റേജിനും ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ടേബിൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മാഷ് പണ്ടേ എനിക്ക് കണക്ക് ഇഷ്ടമല്ല. മാറങ്ങട് പോട്ടെ. കൊള്ളാം. കമന്റ് നോക്കട്ടെ. ലെജൻഡ്സ് ഫോക്കസ് ഗോൾ. കൊള്ളാടാ, കൊള്ളാലോ. ഒന്നുകൂടെ കണ്ടാലോ. ആ ഐശ്വര്യ ഹരിശങ്കർ. എല്ലാരും പോയി നോക്കിക്കോ. ഫ്രീ ആയിട്ട് വന്നിരിക്കും, എനിക്ക് വേണ്ട. എടുത്തോ, പോയിക്കോടാ. കൊള്ളാം, എന്റെ കുഴപ്പമൊന്നുമില്ലേ. കൊള്ളാം. ഇതൊക്കെ കാണുമ്പോഴാ എനിക്ക് അറിയാൻ പറ്റാണ്ട് ഞാൻ എണ്ണത്തിന് ചിരിക്കുന്നേ. പോടാ. ട്രാൻസിഷൻ 3, 2, 1. ഇത് എവിടെയാണ് ഇങ്ങനത്തെ പെൺപിള്ളേരൊക്കെ? കേരളത്തിലൊന്നും കാണുന്നില്ല ഇതുപോലെ. കൊറേ അമലാഷായിയുണ്ട്, മറ്റേതുണ്ട് മറിച്ചതുണ്ട്. കേരളത്തിലൊന്നും ഇതുപോലത്തെ ഇല്ലേ? കുറവാണ് അല്ലേ? ഇത് ഏതാ സംസ്ഥാനം? ഇത് ഏതാ സംസ്ഥാനം എന്നറിയാവോ ഈ പെണ്ണ? എന്താ സ്ലീപ്പി ഹെഡ്. കൊള്ളാം. കൂട്ടുകാരെ നമസ്കാരം, എല്ലാവർക്കും പ്രഭാതവന്ദനം. ഇന്നത്തെ പ്രഭാത കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ എടോ, നല്ലൊരു സാധനം കാണാൻ വരുമ്പോ താൻ ഈ തന്റെ കൊലച്ച വാഴയായിട്ട് വരാതെ. കൊലച്ച വാഴ കൊലച്ചത് എന്നുള്ളതാണ്. വാഴ കൊലച്ചതിൽ വാർത്തയൊന്നുമില്ല, പക്ഷെ ഇതൊരു സന്തോഷകരമായ വാർത്തയാണ്. കമന്റ് വന്നേക്കുന്നു, മയില് കൊലക്കണ്ടായിരുന്നു. ചേട്ടന്റെ മനോഹരമായ കൊല. ആരും താഴോട്ട് നോക്കിയില്ലല്ലോ. ഞാൻ നോക്കിയിട്ടില്ല. ഇത് ആ ഒരു 15 സെക്കൻഡ് അല്ലെ 3-4 സെക്കൻഡ് എങ്ങാണ്ടേ ഉള്ളൂ. കുറച്ചുകൂടെ കൂടുതലാക്കണം. എന്റെ അഭിപ്രായത്തിൽ അതാണ് വേണ്ടത്. ഇത് AI കേട്ടോ, ഒരു സംശയമില്ല. AI കാണാം. ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ റീലില് തന്നെയാണോ കാണുന്നത് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ഞാൻ പറയണ്ടല്ലോ, ചെറിയ ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമാണോ ഏമനാണോ? ഒരാൾ ഒരു ദിവസം ഒരു പാക്കറ്റ് ലേസും തിന്നുകൊണ്ട് റോട്ടുമ്പിലൂടെ ഇങ്ങനെ നടക്കലേനും. തിന്നു കഴിഞ്ഞ പാട് അയാൾ ആ കടലാസ് റോട്ടുമ്പിൽ വലിച്ചു ചാടി. കൊള്ളാല്ലേ? കൊള്ളാം. ചെക്കൻ അടിപൊളി മെസ്സേജ് ഒക്കെ തരുന്നുണ്ട്. അന്നേരം അവിടെ വലിയൊരു കൊടുങ്കാറ്റടിച്ചു. ഇതാണോ കൊടുങ്കാറ്റ്? എടാ, കൊടുങ്കാറ്റ് വീശുന്നടാ, മാറിക്ക്. ഞാൻ പറഞ്ഞു. ആ പ്ലാസ്റ്റിക് കൂടെ പോലും പറക്കുന്നില്ല കൊടുങ്കാറ്റ്. പറന്നുപോയി ഒരു കുഞ്ഞു പ്ലാവിന്റെ മേലെ വന്നു വീണു. കുഞ്ഞു പ്ലാവോ? ഇവിടെ സംഭവിച്ചതെന്താണ്? അലസ്യമായി അവിടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കവർ വലിച്ചു ചാടിയാൽ അത് പ്രകൃതിക്ക് ദോഷമാണ്. ആ കുഞ്ഞി പ്ലാവിന്റെ മുകളിൽ പറന്നു വീണത് കൊണ്ട് അതിന് ജീവിക്കാനുള്ള നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
ആ പ്ലാവിന് ജീവിക്കാനുള്ള അവകാശം തടഞ്ഞു. ആര്? നമ്മള്. ഓർക്കണം, പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. പക്ഷെ ഇതുപോലെ ആരും ചെയ്യരുത്. ഇതുപോലൊരു കണ്ടന്റ് ആരും ഉണ്ടാക്കരുത്. ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്തത്. പ്ലാവിന് സൂര്യപ്രകാശമേക്കാതെ വീർപ്പ് മുട്ടുകയാണ്. ഇത് ശ്വാസം മുട്ടി മരണത്തിലേക്ക് പോവുകയാണ്. ആരാണ് ഇതിന് എന്റെ പൊന്നണവേ, എങ്ങനെ സാധിക്കും നിനക്കൊക്കെ? സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലട്ടാ. ഓട്ടാ. അപ്പൊ ശരി, എനിക്കധികം കൊള്ളാല്ലേ? കൊള്ളാം. അടുത്ത് നോക്കാം. ഒന്നും നോക്കണ്ട, നമുക്ക് ഇതേ ഒന്നും നോക്കാറില്ല. ഇതേ സംശയമില്ല. കാണിച്ചു തരാം. സംഭവം കൊള്ളാം. ഇതുണ്ടോ? അപ്പോ ശരിയെന്നാ. നിങ്ങൾക്ക് ഐഡിയ വേണമെങ്കിൽ താഴെ കമന്റ് ചോദിച്ചാൽ തരാം. ശരിയെന്നാ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.